കർത്താവേ, നന്ദിയോട് സ്തുതിക്കുന്നപ്പാ. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. കർത്താവേ, നന്ദിയോട് സ്തുതിക്കുന്നപ്പാ. സ്തുതിക്കുന്നു. സ്തോത്രം 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 സ്തോത്രം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രിയ ദൈവവിശ്വാസികളെ, ദൈവകൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ദൈവം ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ വചനചിന്ത കഴിയുമ്പോഴേക്കും ദൈവം അത്ഭുതകരമായിട്ടുള്ള അനുഗ്രഹങ്ങൾ, ശക്തികൾ, ബലങ്ങൾ നിങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ദാസൻ പ്രാർത്ഥിക്കുന്നു. ഒക്കെ എല്ലാവർക്കും ഒരു നിമിഷങ്ങളിലടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കാണിയവനായ നല്ല ദൈവമേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പുത്രനായ യേശുവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കർത്താവ് യേശുവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, അങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാന ദൈവമേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാന ദൈവമേ, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. നന്ദിയോട് സ്തുതിക്കുന്ന കർത്താവേ. സ്തോത്രം സ്തോത്രം. അപ്പോൾ ഹല്ലേലൂയ. എല്ലാവർക്കും ഒരു നിമിഷം ഹല്ലേലൂയ മനസ്സിൽ സ്തോത്രം ചെയ്ത് കരങ്ങൾ അടിച്ചുകൊണ്ട് ഹല്ലേലൂയ ദൈവസാന്നിധ്യത്തിൽ പ്രാർത്ഥനയോടെ ഇരിക്കാം, പ്രാർത്ഥനയോടെ ദൈവവചനം ശ്രദ്ധിക്കാം. ഹല്ലേലൂയ. നന്ദിയോട് സ്തുതിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ. നന്ദിയോട് സ്തുതിക്കുന്നു യേശുവേ. സ്തോത്രം 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 കർത്താവ്. ഹല്ലേലൂയ. നന്ദിയോട് സ്തുതിക്കുന്ന കർത്താവേ യേശുവേ, ഇന്നൊരു ദിവസം നൽകി പ്രഭാതം മുതൽ കർത്താവേ ഈ സമയം വരെ ഞങ്ങളെ കാത്തു പരിപാലിച്ചതിനായി നന്ദിയോട് സ്തുതിക്കുന്നു. പൂർണ്ണ ആരോഗ്യം നൽകിയതിനായി നന്ദിയോട് സ്തുതിക്കുന്നപ്പാ. സ്തോത്രം. ഹല്ലേലൂയ. നന്ദിയോട് സ്തുതിക്കുന്ന കർത്താവേ, നന്ദിയോട് സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ തിരുവചനാൽ ചെയ്യുന്നുണ്ടല്ലോ, 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ ഒരുമിച്ച് കൂടിയാലും അവിടെ മധ്യേ ഞാൻ എഴുന്നള്ളി വരുമെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവേ. സ്തോത്രം 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 കർത്താവേ. ഹല്ലേലൂയ. കർത്താവേ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ മധ്യേ അങ്ങ് എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നന്ദിയോട് സ്തുതിക്കുന്നു. പിതാവായ ദൈവമേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കർത്താവ് യേശുവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. യേശുവേ, അങ്ങ് മഹിമാധനം വെടിഞ്ഞ് കർത്താവെ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന കർത്താവ് യേശുവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. നിങ്ങൾ എന്നിൽ വസിക്കുക, എൻ്റെ വചനങ്ങൾ നിങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഇഷ്ടമുള്ളതൊക്കെയും ചോദിച്ചോളൂ. കർത്താവ് ദൈവമേ, ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നപ്പാ. യേശുവേ, നന്ദിയോടെ സ്തുതിക്കുന്നപ്പാ. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. കർത്താവേ, ഇന്നത്തെ ദൈവവചനത്തെ അങ്ങയുടെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പരിശുദ്ധാ ദൈവമേ, അങ്ങ് ഇടപെടണം പ്രാർത്ഥിക്കുന്നപ്പോൾ. പരിശുദ്ധാ ദൈവമേ, തിരുവചനം കർത്താവേ ദാസന് പ്രബോധനം നൽകാനുള്ള കൃപ നൽകണം പ്രാർത്ഥിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ തന്നെ അനേകം മക്കൾ കർത്താവേ ഒരാത്മാവിൻ്റെ ബലവും ശക്തി നൽകി അങ്ങ് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ, നന്ദിയോട് സ്തുതിക്കുന്നു കർത്താവേ. അങ്ങയുടെ വചനം തീഷ്ണതയുള്ളതാണല്ലോ, പാറയെ തകർക്കുന്ന കൂടത്തേക്കാൾ ശക്തിയുള്ളതാണല്ലോ, പ്രകാശത്തേക്കാൾ അതിവേഗതയിൽ സഞ്ചരിക്കുകയാണല്ലോ. ഹല്ലേലൂയ. സ്തോത്രപ്പാ. സങ്കീർത്തനം 120 പറയുന്നല്ലോ, അവിടുന്ന് അങ്ങയുടെ വചനം അയച്ച് അവരെ സൗഖ്യപ്പെടുത്തിയെന്ന്. അതേ കർത്താവേ. കർത്താവ് യേശുവേ, വചനം കേൾക്കുമ്പോൾ കർത്താവെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അനേകം മക്കൾക്ക് വിടുതൽ നൽകി അങ്ങ് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. കർത്താവേ, ഇത് എനിക്കുള്ള വചനമാണ് എന്ന് ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളും ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ സ്തോത്രം. രോഗികളായിരിക്കുന്ന ക്യാൻസർ രോഗികൾക്ക് കർത്താവെ അവരെ രോഗസൗഖ്യങ്ങൾ വിടുതൽ നൽകി പ്രാർത്ഥിക്കുന്നപ്പോൾ ബോൺ ക്യാൻസറുകൾ കർത്താവെ സൗഖ്യപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. കർത്താവെ, ബ്രെയിൻ ട്യൂമറുകൾ സൗഖ്യപ്പെടണം പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. മാനസിക രോഗികൾ കർത്താവെ ആ ബന്ധനങ്ങളെല്ലാം വിട്ടുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹാർട്ട് പേഷ്യൻറ്റുകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ശരീരത്തിലെ വേദനകളും ദുഃഖങ്ങളും പ്രയാസങ്ങളും എല്ലാം വിട്ടുമാറാൻ പ്രാർത്ഥിക്കുന്നു. ശാന്തി സമാധാനമില്ലാത്ത കുടുംബങ്ങൾ ശാന്തി സമാധാനം കൊണ്ട് നിറയ്ക്കണം പ്രാർത്ഥിക്കുന്നു. യേശുവെ, നന്ദിയോട് സ്തുതിക്കുന്നപ്പോൾ സാമ്പത്തികമായി തകർന്നേക്കുന്ന മേഖലകൾ സാമ്പത്തികമായി ഇടപെടലുകൾ നൽകി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവെ, നന്ദിയോട് സ്തുതിക്കുന്നു. ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയ വചനം കേൾക്കുമ്പോൾ ഈ മക്കൾക്ക് ആവശ്യമുള്ള എല്ലാം മന്നയും നൽകി അനുഗ്രഹിക്കാൻ പ്രാർത്ഥിക്കുന്നു. ഫിലിപ്പിയർ 4:19 പറയുന്നുള്ളൂ, എൻ്റെ ദൈവം തൻ്റെ സമ്പത്വത്തിൻ്റെ മഹത്വത്തിൽ നിന്നും കർത്താവ് യേശു ക്രിസ്തു വഴി നമുക്ക് ആവശ്യമുള്ളതെല്ലാം നൽകുമെന്നും. കർത്താവ് ദൈവമേ, ഈ ദാസൻ കണ്ണുനീരോടുകൂടി മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ദൈവവചനം കേൾക്കുന്ന മക്കൾക്ക് വേണ്ടി ദാസൻ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നപ്പോൾ പിതാവിൻ്റെ സമ്പത്വത്തിൽ നിന്നും പിതാവിൻ്റെ കർത്താവെ ട്രഷറിയിൽ നിന്നും ഈ മക്കൾക്ക് ആവശ്യമുള്ളതെല്ലാം കർത്താവ് യേശുവേ അങ്ങ് നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്തോത്രപ്പ. എല്ലാ മാനവും മഹത്വം അങ്ങേക്ക് നൽകുന്നു. പിശാചിൻ്റെ സാത്താൻ്റെ എല്ലാ പോരാട്ട ശക്തികളെയും നസ്രായനായ യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഈ ദാസൻ ശാസിച്ച് ബന്ധിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ രക്തത്താൽ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ കർത്താവ് ഈ തിരുവചന ഭാഗം കർത്താവ് അനേകം മക്കൾക്ക്
കർത്താവെ ബലപ്പെടണമേ, ശക്തിപ്പെടണം പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ നന്ദിയോട് സ്തുതിക്കുന്നപ്പ, നന്ദിയോട് സ്തുതിക്കുന്നു. പ്രിയ ദൈവവിശ്വാസികളെ, ഹല്ലേലൂയ, വളരെ ശ്രദ്ധയോടെ കേൾക്കണമേ. ഹല്ലേലൂയ, സ്തോത്രം. ഓരോരുത്തരും കേൾക്കുമ്പോൾ ഇത് എന്നെ തൊടണം, എന്നെ സ്പർശിക്കണം, എനിക്കൊരു വിടുതൽ നൽകണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി മാത്രം, ആത്മാർത്ഥയോടുകൂടി ഈ ദൈവവചനം ശ്രദ്ധിക്കുക. ഹല്ലേലൂയ. നമ്മൾ ഇന്ന് എടുക്കുന്ന ടോപ്പിക്ക്, ഇന്ന് നിങ്ങൾക്ക് നൽകുന്ന ടോപ്പിക്ക് ശക്തി നൽകി അനുഗ്രഹിക്കുന്ന ദൈവം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ടോപ്പിക്കാണ് ശക്തി നൽകി അനുഗ്രഹിക്കുന്ന ദൈവം. സ്തോത്രം. ഹല്ലേലൂയ. അതായത് നമ്മുടെ ഭാഗത്ത് എവിടെയെല്ലാം ശക്തി കുറഞ്ഞിരിക്കുന്നോ, ബലഹീനമായിരിക്കുന്നോ, ഈ ദൈവവചനം കേൾക്കുമ്പോൾ ആ ബലഹീനമായ ഭാഗങ്ങളിലെല്ലാം, അശക്തിയുടെ ഭാഗങ്ങളിലെല്ലാം ദൈവം ആവശ്യമായ ദൈവത്തിൻ്റെ ശക്തി നൽകി ദൈവം നമ്മെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. അതിനാൽ ശ്രദ്ധയോടെ ഇരിക്കുക. കർത്താവേ, എന്നെ ഇന്ന് തൊടണമേ, സ്പർശിക്കണമേ എന്ന്. ഹല്ലേലൂയ, സ്തോത്രം. സങ്കീർത്തനം, സ്തോത്രം, 29-ാം അധ്യായം, സങ്കീർത്തനം 29-ാം അധ്യായം 11-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. ഇത് ദാവീദ് എഴുതിയ സങ്കീർത്തനമാണ്. ആ സങ്കീർത്തനം നമ്മളിങ്ങനെ വായിക്കുന്നു: യഹോവ തൻ്റെ ജനത്തിന് ശക്തി നൽകും. സ്തോത്രം. അവിടെ ഒന്നുകൂടെ പറയുന്നുണ്ട്, യഹോവ തൻ്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും. അത് വേറെ ടോപ്പിക്കാണ്. അത് ഇനി നമുക്ക് വേറെ ദിവസം അതിനെക്കുറിച്ച് ധ്യാനിക്കാം. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് യഹോവ തൻ്റെ ജനത്തിന് ശക്തി നൽകും. കണ്ണുകളടയ്ക്കാം, ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, ദൈവമേ, സ്തോത്രാപ്പാ, സ്തോത്രം. കർത്താവേ, ഈ സങ്കീർത്തനത്തിൽ കൂടി കർത്താവെ അങ്ങ് നൽകിയ ഈ ദൈവവചനത്തിനായി നന്ദിയോട് സ്തുതിക്കുന്നു. കർത്താവെ, ഈ ദൈവവചനം എനിക്ക് തന്നെ നൽകിയതാണ് എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. കർത്താവെ, ഇത് എനിക്ക് തന്ന ദൈവവചനമാണെന്ന് ഞാൻ ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥനയോടെ ഇരിക്കുന്നു. കർത്താവെ, എന്നോട് സംസാരിക്കണമേ. യേശുവെ, എന്നോട് സംസാരിക്കണമേ. പരിശുദ്ധാത്മാവെ, എന്നോട് സംസാരിക്കണമേ. എന്നെ ശക്തിപ്പെടുത്തണം, ബലപ്പെടുത്തണമേ. യേശുവിൻ നാമത്തിൽ ആമേൻ. വീണ്ടും മറ്റൊന്നുകൂടെ വായിക്കുകയാണ്. സങ്കീർത്തനം 29-ാം അധ്യായം 11-ാം വാക്യം: യഹോവ തൻ്റെ ജനത്തിന് ശക്തി നൽകും. ഇത് ദാവീദ് എഴുതിയ അല്ലെങ്കിൽ ദാവീദ് രചിച്ച സങ്കീർത്തനമാണെന്ന് തലക്കെട്ടിൽ തന്നെ കാണുന്നുണ്ട്. ഹല്ലേലൂയ. ഈ സങ്കീർത്തനം 29-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ അറിയാൻ സാധിക്കുന്നുണ്ട്. വായിക്കുമ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ വലിയ ശക്തിയുടെയും ശബ്ദത്തിൻ്റെയും വിവരണങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ വലിയ ശക്തിയുടെയും ഈ ശബ്ദത്തിൻ്റെയും വിവരണങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് വചനത്തിലോട്ട് വരാം. 29-ന്റെ പറയാണ്, തൻ്റെ ജനത്തിന് ശക്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കുന്നത്. ഇന്ന് നമ്മളിവിടെ അല്പസമയം ധ്യാനിക്കുന്നത് ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ്. ദൈവം എങ്ങനെ നമുക്ക് ശക്തി നൽകി നമ്മെ അനുഗ്രഹിക്കും എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത്. സ്തോത്രം. സങ്കീർത്തനം 28-ന്റെ 8-ലും ദാവീദ് പറയുന്നുണ്ട്, യഹോവേ തൻ്റെ ജനത്തിൻ്റെ ബലമാകുന്നു. യഹോവ തൻ്റെ ജനത്തിൻ്റെ, വളരെ ശ്രദ്ധയോടെ കേൾക്കണമേ, യഹോവയായ ദൈവം തൻ്റെ ജനത്തിൻ്റെ ബലമാകുന്നു. അതായത് യഹോവ തൻ്റെ ജനത്തിൻ്റെ ശക്തിയാകുന്നു. ഇനി ആരെയാണ് ദൈവത്തിൻ്റെ ജനം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വന്തം ജനം എന്ന് വിളിക്കുന്നത്? അപ്പോൾ ദൈവത്തിൻ്റെ സ്വന്തം ജനത്തിനാണ്, ദൈവമക്കൾക്കാണ് ദൈവം ശക്തി നൽകുന്നത്. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത്, ഇത് ആരെയാണ് ദൈവത്തിൻ്റെ ജനം എന്ന് വിളിക്കപ്പെടുന്നത്? സ്തോത്രം. പുറപ്പാട് പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്, ഇസ്രായേൽ മക്കൾ, ഇസ്രായേൽ ജനം, ഫറവോന്റെ അടിമത്തത്തിൽ കടന്ന ജനം, കഷ്ടതയിൽ കടന്ന ജനം, ദുഃഖത്തിൽ കടന്ന ജനം, ദൈവത്തെ ആരാധിക്കേണ്ട ജനം, അവരുടെ കഷ്ടതകളെ കണ്ടുകൊണ്ട് ആ ഇസ്രായേൽ മക്കളെ, ദൈവത്തിൻ്റെ ആരാധിക്കേണ്ട മക്കളുടെ കഷ്ടതകൾ കണ്ടുകൊണ്ട് ദൈവം ആ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും ഫറവോന്റെ അടിമത്തത്തിൽ നിന്നും ആ ഇസ്രായേൽ മക്കളെ ദൈവം വിടുവിക്കുകയാണ്. ദാറ്റ് മീൻസ് ആ ഇസ്രായേൽ മക്കളാണ് ദൈവത്തിൻ്റെ സ്വന്തം ജനം, ദൈവത്തിൻ്റെ ജനം എന്ന് വിളിക്കുന്നത്. സ്തോത്രം. എന്നാൽ പുതിയ നിയമത്തിൽ തിരുവചനം നമ്മൾ ഇങ്ങനെ പുതിയ നിയമത്തിൽ തിരുവചനം ഇങ്ങനെ അരുളി ചെയ്യുന്നുണ്ട്. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ ദൈവ മക്കളാകുവാൻ അധികാരം നൽകി. സ്തോത്രം. അവനെ കൈക്കൊണ്ട്
അവൻ്റെ നാമത്തിൽ യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കൾ ആകുവാൻ ദൈവം അധികാരം കൊടുത്തു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും, എല്ലാവർക്കുമല്ല, കർത്താവ് യേശു ക്രിസ്തുവിനെ ഏകദൈവമായി സ്വീകരിച്ചുകൊണ്ട് വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അതിൽ നിന്ന് വചനത്തിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാതെ യേശുവിനെ ഏകദൈവമായി സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഏതൊരു മക്കളെയും ദൈവ മക്കൾ ആകുവാൻ ദൈവം അധികാരം നൽകിയിരിക്കുന്നു. എന്ത് പ്രശ്നം വന്നാലും, എന്ത് തന്നെ പ്രോബ്ലംസ് വന്നാലും, എന്ത് തന്നെ ദുഃഖം വന്നാലും, ദുരിതം വന്നാലും, കർത്താവ് യേശുവിനെ വിട്ടിട്ട്, ആ ഏകദൈവമായ യേശുവിനെ വിട്ടിട്ട് മറ്റൊരു വിഗ്രഹത്തിൻ്റെ പിറകെ പോകാതെ, മറ്റൊരു വ്യക്തിയുടെ പിറകെ പോകാതെ, മറ്റൊരു ആചാരങ്ങളുടെ പിറകെ പോകാതെ, ഒന്നും പോകാതെ ആ കർത്താവ് യേശുവിനെ ഏകദൈവമായി പിൻപറ്റിക്കൊണ്ട് പോകുന്ന ആ വ്യക്തികളെയാണ് ദൈവ മക്കൾ എന്ന് വിളിക്കുന്നത്. എല്ലാവർക്കുമല്ല. ആകാശത്തിൻ്റെ കീഴെ മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി യേശു എന്ന ഏകനാമമല്ലാതെ വേറെ ഒരു നാമവുമില്ല. അപ്പോസ്തലപ്രവൃത്തി 4:12. സ്തോത്രം. അപ്പോൾ ആ എല്ലാ നാമത്തിനും മേലായ നാമമായ യേശുവിൻ്റെ നാമം വിശ്വസിച്ചുകൊണ്ട് അതിൽ പിൻപറ്റി നിൽക്കുന്ന മക്കളാണ് ദൈവമക്കൾ. അതാണ് യോഹന്നാൻ 1:12 പറഞ്ഞിരിക്കുന്നത്. യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ, എല്ലാ നാമത്തിനും മേലായ നാമം യേശുവിൻ്റെ വിഗ്രഹത്തിലല്ല, യേശുവിൻ്റെ പടത്തിലല്ല, മെഴുകുതിരിയിലല്ല. സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും, ആര് വിശ്വസിച്ചാലും, യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ആര് വിശ്വസിച്ചാലും അവർക്ക് ദൈവമകൻ ആകുവാൻ അല്ലെങ്കിൽ ദൈവമകൾ ആകുവാൻ ദൈവം അധികാരം കൊടുത്തു. അവരാണ് ദൈവത്തിൻ്റെ സ്വന്തം ജനം. യേശുവിനെ ഏകദൈവമായി സ്വീകരിച്ച് ആ വചനത്തെ പിൻപറ്റി പോകുന്ന മക്കളാണ് ദൈവത്തിൻ്റെ സ്വന്തം ജനം. സ്തോത്രം. ആ സ്വന്തം ജനത്തിനാണ് ദൈവം ശക്തി നൽകി അനുഗ്രഹിക്കുന്നത്. ആ സ്വന്തം ജനത്തിനാണ് ഇന്ന് ദൈവം ശക്തി നൽകി അനുഗ്രഹിക്കാനായിട്ട് പോകുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. നന്ദിയോട് സ്തുതിക്കുന്നപ്പോൾ ഈ മക്കൾക്ക്, ഈ ദൈവത്തിൻ്റെ സ്വന്തം മക്കൾക്ക് ദൈവം ഒരു ബലമാണ്, ദൈവം ഒരു സങ്കേതമാണ്, ദൈവം ഒരു കോട്ടയാണ്. കാരണം കർത്താവ് യേശുവിനെ ഏകദൈവമായി സ്വീകരിച്ച് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ആ ദൈവമക്കൾക്ക്, എല്ലാവർക്കുമല്ല, ഞാൻ വീണ്ടും പറയുന്നത് എല്ലാവർക്കുമല്ല, യേശുവിനെ ഏകദൈവമായി സ്വീകരിച്ച് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏത് മക്കൾക്ക്, ആ മക്കൾക്ക് ദൈവം ബലമാണ്, സങ്കേതമാണ്, കോട്ടയാണ്. പ്രിയ വിശ്വാസികളെ, എന്തു തന്നെ കഷ്ടത വന്നാലും, എന്തു തന്നെ ദുഃഖം വന്നാലും, എന്തു തന്നെ ദുരിതം വന്നാലും ദൈവം നിങ്ങളുടെ കോട്ടയാണ്, നിങ്ങളുടെ ബലമാണ്, നിങ്ങളുടെ സങ്കേതമാണ്. അതുകൊണ്ട് ഇത് കേൾക്കുന്ന പ്രിയ ദൈവവിശ്വാസികളെ, എന്തു തന്നെ പ്രശ്നം വന്നാലും, എന്തു തന്നെ ദുരിതം വന്നാലും, എന്തു തന്നെ ദുഃഖം വന്നാലും നിങ്ങൾ ഒരു കാരണവശാലും ബലഹീനർ ആയി പോകരുത്. നിങ്ങൾ ക്ഷീണിച്ചു പോകരുത്. നിങ്ങൾ തളർന്നു പോകരുത്. നിങ്ങളെ വീണ്ടെടുക്കുന്ന ഒരു ദൈവമുണ്ട്, നിങ്ങളെ ബലപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്, എന്നെ ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട് എന്ന് പൂർണ്ണമായ ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുമെങ്കിൽ ദൈവം നിങ്ങൾക്കൊരു ബലമാണ്, ദൈവം നിങ്ങൾക്കൊരു സങ്കേതമാണ്, ദൈവം നിങ്ങൾക്കൊരു കോട്ടയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ. നന്ദിയോട് സ്തുതിക്കുന്നപ്പാ, നന്ദിയോട് സ്തുതിക്കുന്നു. അതാണ് സങ്കീർത്തനം 46-ാം അധ്യായത്തിൽ കോരഹപുത്രന്മാർ ഇങ്ങനെ പറയുന്നു. സങ്കീർത്തനം 46-ാം അധ്യായത്തിൽ കോരഹപുത്രന്മാർ ഇങ്ങനെ പറയുന്നു, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. സ്തോത്രം. യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ആ ദൈവമക്കൾക്ക് ദൈവം ഒരു സങ്കേതവും ബലവുമാകുന്നു. ഞാൻ വീണ്ടും എടുത്തു പറയുന്നു, യേശുവിനെ ദൈവമായി പിൻപറ്റി പോകുന്ന ദൈവമക്കൾക്ക് ആ ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാകുന്നു, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത കൂട്ടുകാരനാകുന്നു. നമുക്കൊരു കഷ്ടത വരുമ്പോൾ, നമുക്കൊരു ദുഃഖം വരുമ്പോൾ, ഒരു ദുരിതം വരുമ്പോൾ നമ്മളെ സഹായിക്കാൻ നമ്മുടെ ആരും കാണത്തില്ല. നമ്മുടെ ജീവിത പങ്കാളി കാണണമെന്നില്ല, നമ്മുടെ മക്കൾ കാണണമെന്നില്ല, നമ്മുടെ ബന്ധുക്കൾ കാണണമെന്നില്ല, നമ്മുടെ അയൽവാസികൾ കാണണമെന്നില്ല. എന്നാൽ തിരുവചനം പറയുന്നു, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. നമ്മൾ ബലഹീനരായിരിക്കുമ്പോൾ,
നമ്മൾ തളർന്നിരിക്കുമ്പോൾ ദൈവം നമുക്ക് ബലം നൽകി നമ്മെ അനുഗ്രഹിക്കുകയാണ്. ഒരു സങ്കേതമായി നമുക്ക് മാറുകയാണ്, ഒരു കോട്ടയായി നമുക്ക് മാറുകയാണ്, ഒരു പരിചയമായി മാറുകയാണ്. അതുകൊണ്ടാണ് വീണ്ടും പറയുന്നത്, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു, ദുരിതങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഇത് കേൾക്കുന്ന പ്രിയ ദൈവവിശ്വാസികളെ, എന്നെ സഹായിക്കാൻ ആരുമില്ലയോ? എൻ്റെ ദുഃഖങ്ങൾ കാണുവാൻ ആരുമില്ലയോ? എൻ്റെ പ്രയാസങ്ങൾ കാണുവാൻ ആരുമില്ലയോ? എൻ്റെ ജീവിതത്തിൽ ഞാനിതാ ക്ഷീണിച്ചു പോയിരിക്കുകയാണല്ലോ, ഞാനിതാ ബലഹീനനായി പോയിരിക്കുകയാണല്ലോ, ഞാൻ തളർന്നു പോയിരിക്കുകയാണല്ലോ എന്ന് ഏതെങ്കിലും വ്യക്തികൾ ഇത് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഏതെങ്കിലും വ്യക്തികൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ആ വ്യക്തികളോട് ദൈവം പറയുകയാണ്, ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങളോട് ഞാൻ പറയുകയാണ്, സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. പ്രിയ ദൈവവിശ്വാസി, നീ കരയണ്ട, നീ പ്രയാസപ്പെടണ്ട, നിന്നെ സഹായിക്കാൻ ദൈവമുണ്ട്. നീ അശക്തയല്ല, നീ ബലഹീനരല്ല, നീ ബലവാനാണ്, നീ ശക്തനാണ്. കാരണം ദൈവം നിന്നോട് കൂടെയുണ്ട്. സ്തോത്രം, 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 സ്തോത്രങ്ങളുടെ ഹല്ലേലൂയ. നിങ്ങളെ സഹായിക്കാൻ ആരുമില്ലയോ? ജീവിത പങ്കാളിയില്ലയോ? മക്കളില്ലയോ? ബന്ധുക്കളില്ലയോ? നിങ്ങളുടെ ചാർച്ചക്കാരില്ലയോ? ആരുമില്ലയോ? അവരോട് ദൈവം പറയുകയാണ്, പരിശുദ്ധാത്മ കൃപയാൽ ഞാൻ നിങ്ങൾക്ക് ദൂത് കൈമാറുകയാണ്. നിങ്ങളെ സഹായിക്കുവാൻ ഈ സൃഷ്ടപ്രപഞ്ചങ്ങളെല്ലാം സൃഷ്ടിച്ച അഖിലാണ്ഡവത്തിന്റെ ഉടയവനായ ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. യേശു കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട്. ദൈവം നമ്മുടെ സങ്കേതമാകുന്നു, ദൈവം നമ്മുടെ ബലമാകുന്നു. അതുകൊണ്ട് നിങ്ങൾ തളർന്നു പോയിരിക്കേണ്ടവരല്ല, നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കേണ്ടവരല്ല, നിങ്ങൾ ദുഃഖിച്ചിരിക്കേണ്ടവരല്ല. നിങ്ങൾ ജയോത്സവമായിട്ടിരിക്കേണ്ട വ്യക്തികളാണ്. സ്തോത്രം. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാണ്. നിങ്ങൾ ഏത് കഷ്ടത്തിൽ കൂടി പോണോ, ഏത് ദുരിതത്തിൽ കൂടി പോണോ, ഏത് ദുഃഖത്തിൽ കൂടി പോണോ, ദൈവം നിങ്ങളുടെ തുണയായിരിക്കുന്നു, നിങ്ങളുടെ അടുത്തായിരിക്കുന്നു. നിങ്ങളൊരു കൂട്ടുകാരനെ പോലെ നിങ്ങളുടെ അടുക്കലുണ്ട്. അതുകൊണ്ട് ഇത് കേൾക്കുന്ന പ്രിയ വിശ്വാസികളെ, നിങ്ങൾ ഒരു കാരണവശാലും പതറിപ്പോകരുതേ. നിങ്ങളുടെ മനസ്സ് ഒരു കാരണവശാലും പതറിപ്പോകരുതേ. ഹല്ലേലൂയ. ഞാൻ എന്തിന് ജീവിക്കണം, ഞാൻ എങ്ങനെ എൻ്റെ ജീവനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള ദുർചിന്താഗതികളെല്ലാം വിട്ടുമാറിയിട്ട് യേശു കർത്താവ് നിന്റെ തുണയായിട്ടുണ്ട്. നീ യേശുവിൻ്റെ സങ്കേതത്തിലാണ്, നീ യേശുവിൻ്റെ കോട്ടയിലാണ്. നിനക്ക് ദൈവം ബലം നൽകി അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. നിന്നെ യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ നന്ദിയോട് സ്തുതിക്കുന്നപ്പാ, നന്ദിയോട് സ്തുതിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വീണ്ടും രണ്ടാം വാക്യത്തെ നമ്മൾ ബലപ്പെടുത്തുകയാണ് ദൈവം. അതുകൊണ്ട് രണ്ടാം വാക്യം ദൈവം നമ്മെ ബലപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും, പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും, അതിലെ വെള്ളം ഇരച്ച് കലങ്ങിയാലും, അതിൻ്റെ കോപം കൊണ്ട് പർവ്വതം കുലുങ്ങിയാലും നീ ഭയപ്പെടരുത്. സ്തോത്രം, ഹല്ലേലൂയ. സങ്കീർത്തനം 46 2 വാക്യം. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും, പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രം വീണാലും. അപ്പോൾ അത്രത്തോളമുള്ള ഭൂമി മാറിപ്പോയാലും, പർവ്വതം കുലുങ്ങി സമുദ്രം വീണാലും, അത്രത്തോളമുള്ള ഒരു ഭയങ്കരമായ ഒരു ദുരിതം, ഒരു സങ്കടം, ഒരവസ്ഥ നിന്റെ വീട്ടിൽ വീണാലും, നിന്റെ കുടുംബത്തിൽ അനുഭവിച്ചാലും, നിന്റെ ശരീരത്തെ അനുഭവിച്ചാലും, സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. വീണ്ടും പറയാണ്, അതിലെ വെള്ളം ഇരച്ച് കലങ്ങിയാലും, അതിന്റെ കോപം കൊണ്ട് പർവ്വതം കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. സ്തോത്രം, സ്തോത്രം. അവിടെ കോരകൂത്തന്മാർ പറയുകയാണ്, ദൈവത്തെ അനുഭവിച്ചറിഞ്ഞ, എല്ലാം തകർന്നടിഞ്ഞ, ബലഹീനരായിരുന്ന, അശക്തരായിരുന്ന ആ കോരകൂത്തന്മാർ പറയുകയാണ്, എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം ദുരിതങ്ങൾ ആഞ്ഞടിച്ചാലും, എന്തെല്ലാം പ്രശ്നങ്ങൾ ആഞ്ഞടിച്ചാലും ഞാൻ ഭയപ്പെടുകയില്ല. ഉദാഹരണത്തിൽ കൂടി പറയാണ് രണ്ടാം വാക്യം. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും, പർവ്വതം കുലുങ്ങി സമുദ്രം വീണാലും, അത്രത്തോളമുള്ള ദുരിതങ്ങൾ സംഭവിച്ചാലും, സ്തോത്രം, അതിലെ വെള്ളം ഇരച്ച് കലങ്ങിയാലും, അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. കോരകൂത്തൻ പറഞ്ഞു, ഞാൻ ഭയപ്പെടുകയില്ല. സ്തോത്രം. ഞാൻ എൻ്റെ ദൈവത്തെ വലതു ഭാഗത്തിരിക്കുന്നു, ഞാൻ എൻ്റെ ദൈവത്തെ വലതു ഭാഗത്ത് ഇരുത്തിയിരിക്കുന്നു. അതുകൊണ്ട് എന്ത് തന്നെ പ്രശ്നം വന്നാലും ഞാൻ തളർന്നു പോകത്തില്ല, ഞാൻ ക്ഷയിച്ചു പോകത്തില്ല, ഞാൻ ബലഹീനനായി പോകത്തില്ല. ഹല്ലേലൂയ. എൻ്റെ വശത്ത് 1000 പേരും എൻ്റെ വലതുവശത്ത് 10,000 പേരും വീണാലും ഞാൻ തളർന്നു പോകില്ല. ഒരു അനർത്ഥവും എൻ്റെ കൂടാരത്തിൽ സംഭവിക്കത്തില്ല. ഞാൻ എപ്പോഴും ബലവാനായിരിക്കുക തന്നെ ചെയ്യും. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. പ്രിയ ദൈവവിശ്വാസികളെ, ഈ ദൂത് ഏറ്റെടുത്തോളണമേ. നിങ്ങൾ ഒരു കാരണവശാലും തകർന്നു പോകരുത്. ജീവിതത്തിൽ എത്ര തന്നെ കൊടും കാറ്റുകൾ ആഞ്ഞടിക്കട്ടെ, എത്ര തന്നെ കുടുംബത്തിലെ പർവ്വതങ്ങൾ കുലുങ്ങട്ടെ, ഹല്ലേലൂയ, എന്ത് തന്നെ പ്രതിസന്ധികൾ നിന്റെ കുടുംബത്തിലേക്ക് ആഞ്ഞടിക്കട്ടെ,
നീ ഒരു കാരണവശാലും ഭയപ്പെട്ടു പോകരുത്. നീ ഒരു കാരണവശാലും പതറിപ്പോകരുത്. കാരണം ദൈവം നിന്റെ വലതുവശത്തുണ്ട്. ദൈവം നിന്റെ വലതുവശത്തിരുന്നു കൊണ്ട് നിനക്കൊരു ബലം നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് പറയുന്നത്, ഞാൻ ഇന്ന് നിന്നെ ബലം നൽകി അനുഗ്രഹിക്കും. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. പ്രിയ ദൈവവിശ്വാസികളെ, എന്നെ സഹായിക്കാൻ ആരുമില്ല എന്ന് ഏതെങ്കിലും വ്യക്തികൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിന്നെ സഹായിക്കാൻ ദൈവമുണ്ട്. സ്തോത്രം. യേശുവിൻ നാമത്തിൽ നന്ദിയോട് സ്തുതിക്കുന്നപ്പ. വീണ്ടും നമുക്ക് മുന്നോട്ട് പോകാം. യെശയ്യാപ്രവാചകൻ 41 അധ്യായം 8 വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. 8, 9, 10. യെശയ്യാപ്രവാചകൻ 41 അധ്യായം 8 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, നീയോ എൻ്റെ ദാസനായ ഇസ്രായേലേ, ഞാൻ തെരഞ്ഞെടുത്ത യാക്കോബേ, എൻ്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതിയെ, നീ എൻ്റെ ദാസൻ. പ്രിയ ദൈവവിശ്വാസികൾ, ഇത് കേൾക്കുന്ന ഓരോ ദൈവവിശ്വാസികളോടും പറയുകയാണ്, നമ്മളെല്ലാവരും അബ്രഹാമിന്റെ മക്കളാണ്, അബ്രഹാമിന്റെ സന്തതികളാണ്. അതാണ് ഇവിടെ പറയുന്നത്, എൻ്റെ ദാസനായ ഇസ്രായേലേ, ഞാൻ തെരഞ്ഞെടുത്ത യാക്കോബേ, എൻ്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതിയെ, നീ എൻ്റെ ദാസൻ. പ്രിയ വിശ്വാസികൾ, നമ്മളെല്ലാം അബ്രഹാമത്തിന്റെ സന്തതികളാണ്, പിന്തുടർച്ചയായിട്ട് വന്ന സന്തതികളാണ്. നമ്മളെല്ലാം ദൈവത്തിന്റെ സ്വന്തം മക്കളാണ്, സ്വന്തം ജനമാണ്. വീണ്ടും അവിടെ പറയുന്നു, ഞാൻ നിന്നെ നിരസിച്ച് കളയാതെ, നമ്മളെ ദൈവം നിരസിച്ച് കളയാതെ തിരഞ്ഞെടുത്തിരിക്കുന്നു. എവിടെ നിന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് എടുക്കുകയും അതിൻ്റെ മൂലകളിൽ നിന്ന് വിളിച്ചു ചേർക്കപ്പെട്ടിരിക്കുന്നതായുള്ളവരെ, നിങ്ങൾ ഭയപ്പെടേണ്ട. പ്രിയ ദൈവവിശ്വാസികളെ, ദൈവം നമ്മെ തിരഞ്ഞെടുത്തതാണ്, അല്ലാതെ നമ്മൾ ദൈവത്തെ തിരഞ്ഞെടുത്തതല്ല. ദൈവം നമ്മെ തിരഞ്ഞെടുത്തതാണ്. എവിടെ നിന്നും? ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്നും, ഭൂമിയുടെ മൂലകളിൽ നിന്നും നമ്മളെ വിളിച്ചു ചേർത്തെടുക്കപ്പെട്ടവരാണ്. ദാറ്റ് മീൻസ് പാപത്തിന്റെ, ശാപത്തിന്റെ, അകൃത്യത്തിന്റെ, ദുരിതത്തിന്റെ എല്ലാ ബന്ധനങ്ങളിൽ നമ്മൾ പെട്ടുകിടക്കുമ്പോൾ, പിശാച് നമ്മെ കെട്ടിപ്പൂട്ടിയിട്ടിരിക്കുമ്പോൾ, ആ കെട്ടുകളെല്ലാം പൊട്ടിച്ചുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ കർത്താവേ, പിശാചിന്റെ എല്ലാ അന്ധകാര ശക്തികളെല്ലാം പൊട്ടിച്ചുകൊണ്ട് ദൈവകൃപയിലേക്ക്, ദൈവത്തിന്റെ അടുക്കിലേക്ക് നമ്മെ ചേർത്ത് വിളിച്ച് തിരഞ്ഞെടുത്തവരാണ് നമ്മൾ ഓരോരുത്തരും. ആ സ്വന്തം ജനമായ നമ്മളോട് ദൈവം പറയാണ്, പ്രിയ ദൈവവിശ്വാസികളെ, നീ ഭയപ്പെടേണ്ട. സ്തോത്രം. 10 വാക്യത്തിൽ പറയുന്നു, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ആരെല്ലാം നിന്നെ തള്ളിക്കളഞ്ഞാലും ഞാൻ നിന്നോട് കൂടെയുണ്ട്. വീണ്ടും പറയുന്നു, നീ ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. സ്തോത്രം. ഞാൻ നിന്നെ ശക്തീകരിക്കും. ഞാനാണ് നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഞാൻ നിന്റെ ദൈവമാണ്. അതുകൊണ്ട് ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. നിനക്ക് ഏത് രീതിയിലുള്ള സഹായമാണോ, സൗഖ്യമാണോ, ഒരു വിടുതലാണോ, അനുഗ്രഹമാണോ, സ്തോത്രം, സ്തോത്രം, സ്തോത്രപ്പ, നിന്റെ മക്കളുടെ മാനസാന്തരമാണോ, നിന്റെ ജീവിത പങ്കാളിയുടെ മാനസാന്തരമാണോ, നിന്റെ സാമ്പത്തികമായ വിഷയമാണോ, നിന്റെ ജോലി പ്രശ്നമാണോ, ഏത് വിഷയമായിരുന്നാലും ശരി തന്നെയാണ്, ഞാൻ നിന്നെ സഹായിക്കും. സ്തോത്രം. വീണ്ടും പറയുന്നു, എൻ്റെ നീതിയുള്ള വലം കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ദൈവം തരുന്ന ഭയങ്കരമായ ഉറപ്പ്, ദൈവം തരുന്ന വലിയൊരു വാഗ്ദത്തമാണ്, ഭയങ്കരമായ ഒരു ഉറപ്പാണ് നമുക്ക് തരുന്നത്. ഒരു എൻകൗണ്ടറാണ്, ദൈവമായിട്ടുള്ള ഒരു ഉടമ്പടിയാണ് നമുക്ക് തരുന്നത്. എൻ്റെ നീതിയുള്ള വലം കരം കൊണ്ട്, ഇടം കൈ എന്നല്ല പറയുന്നത്, എൻ്റെ നീതിയുള്ള വലം കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. നീ ഒരിക്കലും വീണുപോകാൻ ഞാൻ സമ്മതിക്കത്തില്ല. നീ ഒരിക്കലും തളർന്നു പോകാൻ ഞാൻ നിന്നെ സമ്മതിക്കത്തില്ല. ഒരിക്കലും നീ ക്ഷീണിച്ചു പോകാൻ ഞാൻ നിന്നെ സമ്മതിക്കത്തില്ല. നീ ക്ഷീണിച്ചു പോകുന്ന അവസ്ഥയിലിരിക്കുമ്പോൾ, നീ തളർന്നു പോകുന്ന അവസ്ഥയിലിരിക്കുമ്പോൾ, ഞാൻ എൻ്റെ നീതിയുള്ള വലം കരം കൊണ്ട് നിന്നെ താങ്ങി ഞാൻ നിന്നെ ശക്തിപ്പെടുത്തും. സ്തോത്രപ്പ, സ്തോത്രം, സ്തോത്രം കർത്താവേ, ഞാൻ നിന്നെ ബലപ്പെടുത്തും. പ്രിയ വിശ്വാസികളെ, എണീക്കുക. നീ തളർന്നിരിക്കേണ്ട വ്യക്തിയല്ല, നീ ക്ഷീണിച്ചിരിക്കേണ്ട വ്യക്തിയല്ല. ദൈവത്തിന്റെ വലം കരം നിന്നെ താങ്ങിയെടുക്കുകയാണ്, നിന്നെ ചൂണ്ടി വിളിക്കുകയാണ്. പ്രിയ സഹോദര, നീ എണീക്ക്. പ്രിയ സഹോദരി, നീ എഴുന്നേൽക്ക്. നീ തളർന്നിരിക്കേണ്ട വ്യക്തിയല്ല, നീ ക്ഷീണിച്ചിരിക്കേണ്ട വ്യക്തിയല്ല. ഞാൻ നിന്നെ ഈ നിമിഷം മുതൽ ബലപ്പെടുത്താൻ പോവുകയാണ്. നീ ഏത് വിഷയത്തിൽ മേലാണോ നീ അശക്തനായിരിക്കുന്നത്, നീ ഏത് വിഷയത്തിൽ മേലാണോ ബലഹീനപ്പെട്ടിരിക്കുന്നത്, ആ വിഷയത്തിൽ മേലെല്ലാം ഒരു അനുഗ്രഹം നൽകിക്കൊണ്ട്, ഒരു ഡെലിവറൻസ് നൽകിക്കൊണ്ട് ഞാൻ ഈ നിമിഷം മുതൽ നിന്നെ ശക്തിപ്പെടുത്താൻ പോവുകയാണ്. എൻ്റെ വലം കരം നിന്റെ കുടുംബത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ പോവുകയാണ്. സ്തോത്രം. ഞാൻ നിന്നെ സഹായിക്കാൻ പോവുകയാണ്, ഞാൻ നിന്നെ ശക്തീകരിക്കാൻ പോവുകയാണ്. സ്തോത്രം, സ്തോത്രം കർത്താവേ, ഹല്ലേലൂയ. പ്രിയ ദൈവവിശ്വാസികളെ, ഈ വാഗ്ദത്ത വചനങ്ങൾ ഏറ്റെടുത്തോളുക. ഈ നിമിഷം മുതൽ ദൈവം എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്നെ ശക്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്.
എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്, അങ്ങയുടെ നീതിയുള്ള വലങ്കര എന്നെ താങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പരിപൂർണമായിട്ട് നീ വിശ്വാസത്തോടെ ഏറ്റെടുക്കുമെങ്കിൽ ഈ ദൈവം നിന്നെ ശക്തീകരിക്കുക തന്നെ ചെയ്യും, ദൈവം നിന്നെ സഹായിക്കുക തന്നെ ചെയ്യും. സ്തോത്രം, 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 ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ നന്ദിയോട് സ്തുതിക്കുന്നപ്പോൾ നന്ദിയോട് സ്തുതിക്കുന്നു. കാരണം മോശയുടെ മരണശേഷം യോശുവയെ ദൈവം ബലപ്പെടുത്തുകയാണ്. മോശയുടെ മരണശേഷം ഇസ്രായേൽ മക്കളെ വാഗ്ദത്ത ദേശത്തേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി മോശ ഏൽപ്പിച്ചപ്പോൾ മോശ അവിടെ പതറിപ്പോകുകയാണ്. ഞാൻ എന്ത് ചെയ്യും? യോശുവയുടെ പുസ്തകം മോശയുടെ മരണശേഷം യോശുവ ദൈവം ബലപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. യഹോവയുടെ ദാസനായ മോശയുടെ മരണശേഷം യഹോവ നൂനിന്റെ മകനായി മോശയുടെ ശുശ്രൂഷകനായ യോശുവയോട് അരുളിച്ചെയ്തത്. യോശുവയോട് ദൈവം പറഞ്ഞതാണ്. മോശയുടെ മരണശേഷം 2-ാം വാക്യം, എൻ്റെ ദാസനായ, എൻ്റെ കൂട്ടുകാരനായ, എൻ്റെ അനുസരണയുള്ള ദാസനായ മോശ മരിച്ചു. ആകയാൽ യോശുവേ, നീയും ഈ ജനമൊക്കെയും പുറപ്പെട്ട് യോർദാനക്കരെ ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്ന ദേശത്തേക്ക് കടന്നു പോകുവിൻ. 3-ാം വാക്യം, നിങ്ങളുടെ ഉള്ളംകാൽ ചവിട്ടുന്ന സ്ഥലമൊക്കെയും ഞാൻ മോശയോട് കൽപ്പിച്ചതുപോലെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. സ്തോത്രം, 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 ഹല്ലേലൂയ. നന്ദിയോട് സ്തുതിക്കുന്നു. പ്രിയ ദൈവവിശ്വാസത്തിൽ കേൾക്കുന്ന ദൈവമക്കളുടെ ദൂത് കൈമാറുകയാണ്. എൻ്റെ ഉള്ളത്ത് വന്ന ആത്മാവിൽ വന്നൊരു ദൂത് കൈമാറുകയാണ്. ഹല്ലേലൂയ. നന്ദിയോട് സ്തുതിക്കുന്നപ്പ ഈ ദൈവവചനം കേൾക്കുമ്പോൾ ഹല്ലേലൂയ, മോശയോട് കൽപ്പിച്ചതുപോലെയുള്ള ചില വാഗ്ദത്ത ദേശത്തേക്ക് നിങ്ങളുടെ മക്കൾ കാൽ ചവിട്ടാൻ പോവുകയാണ്. സ്തോത്രം. ചില വാഗ്ദത്ത ദേശത്തേക്ക് നിങ്ങളുടെ മക്കൾ ഉള്ളം കാൽ ചവിട്ടി കയറാൻ പോവുകയാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം കർത്താവ്. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ നന്ദിയോട് സ്തുതിക്കുന്നു. നിങ്ങളുടെ ഉള്ളം കാൽ ചവിട്ടുന്ന സ്ഥലമൊക്കെയും ഞാൻ മോശയോട് കൽപ്പിച്ചതുപോലെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു എന്ന് ഈ വചനം പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ ആത്മാവ് പറയുകയാണ്, പരിശുദ്ധാത്മാവ് പറയുകയാണ്, അവരോട് പറഞ്ഞു കൊടുക്ക്. ഇത് കേൾക്കുന്ന ദൈവമക്കൾ വിശ്വാസികളോട് പറഞ്ഞു കൊടുക്ക്. ഇത് കേൾക്കുന്ന വിശ്വാസികളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെട്ട വാഗ്ദത്ത ദേശങ്ങളിലേക്ക്, വാഗ്ദത്ത രാജ്യങ്ങളിലേക്ക് അവിടെ ഉള്ളം കാൽ ചവിട്ടാൻ പോവുകയാണ്. സ്തോത്രം. 4-ാം വാക്യത്തിൽ പറയുന്നു, മരുഭൂമിയും സ്തോത്രം ലബനോനും തുടങ്ങി ഫ്രാത്ത് എന്ന മഹാനദി വരെയും ഹിത്യയുടെ ദേശമൊക്കെയും പടിഞ്ഞാറ് മഹാസമുദ്രം വരെയും സ്തോത്രപ്പം നിങ്ങളുടെ അതിരുകൾ ആയിരിക്കും. സ്തോത്രം. നിങ്ങളുടെ മക്കൾ മരുഭൂമിയും ലബനോനും തുടങ്ങി ഫ്രാത്ത് എന്ന മഹാനദി വരെയും ഹിത്യയുടെ ദേശമൊക്കെയും പടിഞ്ഞാറ് മഹാസമുദ്രം വരെയും നിങ്ങളുടെ മക്കൾ കീഴടക്കും. വിശ്വാസത്തോടെ ഏറ്റെടുത്തോ, കണ്ണുനീരോടെ ഏറ്റെടുത്തോ. കർത്താവേ, എൻ്റെ മക്കൾതാ അനേക രാജ്യങ്ങൾ കീഴടക്കാൻ പോവുകയാണ്, ഞങ്ങളുടെ മക്കൾതാ വാഗ്ദത്ത ദേശത്തേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് എന്ന് വിശ്വാസത്തോടെ ഏറ്റെടുത്തോ. ഹല്ലേലൂയ. നിങ്ങളുടെ മക്കൾ എന്നും ബലഹീനരായിരിക്കേണ്ടവരല്ല, നിങ്ങളുടെ ജീവിത പങ്കാളി എന്നും ബലഹീനരായിരിക്കേണ്ടവരല്ല. വാഗ്ദത്ത ദേശങ്ങളിലേക്ക് പുറപ്പെടേണ്ട സമയമായി. തയ്യാറെടുത്തുകൊള്ളുക. ഈ നിമിഷം തയ്യാറെടുത്തുകൊള്ളുക. പുറപ്പെടാൻ തയ്യാറായിക്കൊള്ളുക. വാഗ്ദത്ത ദേശത്തേക്ക് മക്കളും നിങ്ങളുടെ ജീവിത പങ്കാളിയും പുറപ്പെടുന്നതിന് വേണ്ടി തയ്യാറായിക്കൊള്ളുക. നിങ്ങൾ ക്ഷീണിച്ചിരിക്കേണ്ടവരല്ല, നിങ്ങൾ ബലഹീനരായിരിക്കേണ്ടവരല്ല, നിങ്ങൾ എന്നും വന്ന് കരഞ്ഞുകൊണ്ടിരിക്കേണ്ടവരല്ല. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾക്കൊരു വാഗ്ദത്തമുണ്ട്. ഇസ്രായേൽ മക്കൾക്കൊരു ഉണ്ടായിരുന്നൊരു വാഗ്ദത്തം പോലെ നിങ്ങൾക്കൊരു വാഗ്ദത്തമുണ്ട്. ആ വാഗ്ദത്തം ഇന്ന് നിറവേറാൻ പോവുകയാണ്. നസ്രായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവേ, സ്തോത്രപ്പ, ഈ മക്കൾക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്ന വാഗ്ദത്തത്തിനെതിരെ പോരാടിക്കൊണ്ടിരുന്ന പിശാചിന്റെ സാത്താന്റെ എല്ലാ ബന്ധനങ്ങളെയും നസ്രായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ ദാസൻ ശാസിച്ച് ബന്ധിച്ചമർത്തി പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. വീണ്ടും 5-ാം വാക്യത്തിൽ പറയുന്നു, യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നു, നിന്റെ ജീവകാലത്ത് ഒരിക്കലും, യോശുവയോട് പറയുന്നു, യോശുവേ, നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല. സ്തോത്രം, സ്തോത്രപ്പ, ഹല്ലേലൂയ. ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെ ഇരിക്കും. പ്രിയ ദൈവവിശ്വാസികളെ, ദൈവം നിങ്ങൾക്ക് തരുന്ന ദൂതാണ്. ഇത് നിങ്ങളുടെ കുടുംബത്തിന് തരുന്ന ദൂതാണ്, നിങ്ങളുടെ മക്കൾക്ക് തരുന്ന ദൂതാണ്, നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് തരുന്ന ദൂതാണ്. ഹല്ലേലൂയ. ജീവിതകാലത്ത് ഒരു ദുഷ്ടശക്തികളും ഒരു ദുഷ്ട വ്യക്തികളും ഒരു ദുഷ്ട രോഗങ്ങളും നിന്നെ തൊടുകയില്ല.
ഒരു അന്ധകാര ശക്തികളും നിനക്കെതിരെ വിരൽ ചൂണ്ടത്തില്ല. ഒരു ദുഷ്ട പിശാചിന്റെ ശക്തികളും നിന്റെ കുടുംബത്തിൽ കളിക്കുകയില്ല. സ്തോത്രം. ദൈവം പറയുന്നു, മോശയോട് കൂടെ ഇരുന്നത് പോലെ, യോശുവോട് കൂടെ ഇരുന്നത് പോലെ പ്രിയ ദൈവവിശ്വാസികളെ, ദൈവം നിങ്ങളുടെ കുടുംബത്തോടിരിക്കും, നിങ്ങളുടെ മക്കളോട് കൂടെ ഇരിക്കും, നിങ്ങളുടെ ജീവിത പങ്കാളിയോട് കൂടെ ഇരിക്കും. ഏറ്റെടുത്തോ, വിശ്വാസത്തോടെ ഏറ്റെടുത്തോ. ഹല്ലേലൂയ. തളർന്നു പോകരുതേ, ക്ഷീണിച്ചു പോകരുതേ. മോശയോട് കൂടെ ഇരുന്ന ദൈവം, യോശുവോട് കൂടെ ഇരുന്ന ദൈവം നിങ്ങളുടെ മക്കളോട് കൂടെ ഇരിക്കും, നിങ്ങളുടെ ജീവിത പങ്കാളിയോട് കൂടെ ഇരിക്കും. സ്തോത്രപ്പ, നിങ്ങളോട് കൂടെ ഇരിക്കും. നിങ്ങൾ തളർന്നു പോകരുത്. വീണ്ടും യോശുവോട് പറയാണ്, ഞാൻ നിന്നെ വിടുകയില്ല. ഞാൻ നിന്നെ വിടുകയില്ല, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയുമില്ല. യോശുവേ, നിന്നെ ആരെല്ലാം കൈവിട്ടാലും, ഈ വാഗ്ദത്ത മക്കളായ ഇസ്രായേൽ മക്കൾ കൈവിട്ടാലും ഞാൻ നിന്നെ കൈവിടുകയില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല. ദൈവം കൊടുക്കുന്ന വാഗ്ദാനമാണ്. ദൈവം ആവശ്യമായ ബലം കൊടുക്കുകയാണ്. യോശുവ പതറിപ്പോയി. മോശ നയിച്ചു കൊണ്ടുവന്ന ജനം, പിറുവിറുക്കുന്ന ജനം, ഇത് എന്നെ കൊണ്ട് എങ്ങനെ സാധിക്കും, ഇവരെ വാഗ്ദത്ത ദേശത്തേക്ക് നയിക്കുന്നതിന് വേണ്ടി എന്നെ കൊണ്ട് എങ്ങനെ സാധിക്കും എന്ന് മോശ ഉള്ളത്ത് ചിന്തിച്ചപ്പോൾ ദൈവം യോശുവയെ ബലപ്പെടുത്തുകയാണ്. നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരുത്തനും ഒരു മനുഷ്യനും നിന്നെ തൊടത്തില്ല, നിന്റെ നേരെ വരികയില്ല. ഞാൻ മോശയോട് കൂടെ ഇരുന്നതുപോലെ യോശുവേ, നിന്നോട് ഞാൻ കൂടെയിരിക്കും, നിന്നെ ഞാൻ ഉപേക്ഷിക്കത്തില്ല, നിന്നെ ഞാൻ കൈവിടുകയില്ല. നോക്കണമേ, ആ യോശുവ ദൈവം ബലപ്പെടുത്തുകയാണ്. ആ യോശുവ ബലപ്പെടുത്തിയ ദൈവം ഇന്ന് ഇത് കേൾക്കുന്ന പ്രിയ ദൈവവിശ്വാസികളെ, നിങ്ങളെയും ദൈവം ബലപ്പെടുത്തുകയാണ്. നിങ്ങൾ ഒരു കാരണവശാലും ദൈവം ഉപേക്ഷിക്കത്തില്ല. നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്. നിങ്ങൾ ഒരു കാരണവശാലും ഉപേക്ഷിക്കത്തില്ല. നിങ്ങൾ ഒരു കാരണവശാലും ദൈവം കൈവിടുകയുമില്ല. ഇന്ന് ദൈവം നിങ്ങൾക്ക് ശക്തി നൽകി അനുഗ്രഹിക്കും. യോശുവ ഇസ്രായേൽ മക്കൾ നയിക്കുന്നതിന് വേണ്ടി ശക്തി നൽകിയതുപോലെ, ഒരു ബലം നൽകിയതുപോലെ നിങ്ങളെയും ദൈവം ഇന്ന് ബലം നൽകി, ശക്തി നൽകി അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. തളർന്നു പോകരുതേ, ക്ഷീണിച്ചു പോകരുതേ, കുഴഞ്ഞു പോകരുതേ. ഹല്ലേലൂയ. സ്തോത്രം. യോശുവ ബലപ്പെടുത്തിയതുപോലെ പ്രിയ ദൈവവിശ്വാസികളെ, നിങ്ങളെയും ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. 6-ാം വാക്യത്തിൽ പറയുന്നു, ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. ദൈവം യോശുവോട് പറയാണ്, നീ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക, നീ ബലഹീനനായി പോണ്ട, നീ ഉറപ്പുള്ളവനായിരിക്കുക. ഞാൻ അവർക്ക് കൊടുക്കുമെന്ന് അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം ഈ ജനത്തിന് അവകാശമായി ഞാൻ ഭാഗിച്ചു കൊടുക്കുക തന്നെ ചെയ്യും. എൻ്റെ വാഗ്ദത്തം നിങ്ങളിൽ നിറവേറ്റുക തന്നെ ചെയ്യുമെന്ന് യോശുവോട് ദൈവം ബലാത്കാരമായിട്ട് പറയുകയാണ്. സ്തോത്രം. അതുകൊണ്ട് നീ ഉറപ്പും ധൈര്യമായിരിക്കുക. ഇത് കേൾക്കുന്ന പ്രിയ ദൈവവിശ്വാസികളെ, മോശയുടെ ദൈവം തന്നെയാണ് നമ്മുടെ ദൈവം, യോശുവയുടെ ദൈവം തന്നെയാണ് നമ്മുടെ ദൈവം, പൂർവ്വ പിതാക്കന്മാരുടെ ദൈവം തന്നെയാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് ദൈവം നിങ്ങൾക്കിന്ന് ഒരു അനുഗ്രഹം നൽകുകയാണ്. ദൈവം നിങ്ങൾക്കൊരു വാഗ്ദത്തം നൽകുകയാണ്. സ്തോത്രം. പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം ജനത്തിന് അവകാശമാക്കി കൊടുക്കുമെന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ മക്കൾക്ക്, നിങ്ങളുടെ ജീവിത പങ്കാളിക്ക്, നിങ്ങളുടെ കുടുംബത്തിന് ഈ ദൈവം വാഗ്ദത്തങ്ങൾ അവകാശമായി തരാൻ പോവുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അതിനായി ദൈവം നിങ്ങളെ ആ വാഗ്ദത്തം നിറവേറുന്നതിന് വേണ്ടി ദൈവം നിങ്ങൾക്ക് ശക്തി നൽകി നിങ്ങളെ അനുഗ്രഹിക്കാൻ പോകുന്ന സമയമാണ്. അതുകൊണ്ട് പ്രിയ വിശ്വാസികളെ, നിങ്ങൾ ഒരു കാരണവശാലും തളർന്നു പോകരുതേ, ക്ഷീണിച്ചു പോകരുതേ. സ്തോത്രം. കൊരിന്ത്യലേഖനം 1-ാം അധ്യായം 18-ാം വാക്യത്തിൽ പറയുന്നു, കൊരിന്ത്യലേഖനം 1-ാം അധ്യായം 18-ാം വാക്യത്തിൽ പറയുന്നു, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്കും ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയാണ്. ക്രൂശിന്റെ വചനത്തെ തള്ളിപ്പറയുന്നവർ, സുശേഷത്തെ തള്ളിപ്പറയുന്നവർ, അവർ നശിച്ചു പോകുന്ന വർഗങ്ങളാണ്. യേശുവിനെ തള്ളിപ്പറയുന്നവർ, ക്രൂശിനെ തള്ളിപ്പറയുന്നവർ, യേശുവിന്റെ വചനത്തെ തള്ളിപ്പറയുന്നവർ, സ്തോത്രം. ഹല്ലേലൂയ. യേശുവിനെ സ്വീകരിക്കും, മറ്റുള്ള വിഗ്രഹങ്ങളെയും സ്വീകരിക്കും. ഹല്ലേലൂയ. അങ്ങനെ അതെല്ലാം നശിച്ചു പോകുന്നവർക്ക് അത് ഭോഷത്വമാണ്. എന്നാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്ന നമ്മളോ, സ്തോത്രം, പരിശുദ്ധനാമം പ്രാപിച്ച് മുങ്ങി സ്നാനമെടുത്ത് രക്ഷിക്കപ്പെട്ടിരിക്കുന്ന നമ്മൾക്കോ, സ്തോത്രം. ഹല്ലേലൂയ. ഒരു പുനർജനനം സ്നാനമെടുത്തിരിക്കുന്ന നമ്മൾക്കോ, ഒരു പുനർജന്മം എടുത്തിരിക്കുന്ന നമുക്കോ ദൈവശക്തിയാകുന്നു. യേശുവിന്റെ വചനം നമുക്കൊരു ദൈവശക്തിയാണ്. എന്നാൽ അത് നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണ്. എന്നാൽ രക്ഷിക്കപ്പെട്ട നമുക്കോ
വചനം, ദൈവത്തിൻ്റെ വചനം ശക്തിയാണ്. അതുകൊണ്ട് പ്രിയ ദൈവവിശ്വാസികളെ, ഈ വചനത്തിൽ നിങ്ങൾ ഈ കേട്ട വചനത്തിൽ നിങ്ങൾ ബലപ്പെട്ടിരിക്കണം, ഉറച്ചിരിക്കണം. ഹല്ലേലൂയ. ക്രൂശിന്റെ വചനം രക്ഷിക്കപ്പെട്ട നമുക്ക് ദൈവശക്തിയാണ്. സ്തോത്രം. എന്നാൽ ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് അത് ഭോഷത്വമാണ്, നമുക്കോ ദൈവശക്തിയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഈ കേട്ട ദൈവവചനത്താൽ നിങ്ങൾ ആ വചനത്തിന്റെ ശക്തി, ദൈവത്തിന്റെ ശക്തി നിങ്ങൾ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നതിനായി നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നു, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. ഹല്ലേലൂയ. ഒടുവിൽ എഫേസ്യ ലേഖനം 6-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നു, ഒടുവിൽ കർത്താവിലും ദൈവത്തിന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. ഹല്ലേലൂയ. നന്ദിയോട് സ്തുതിക്കുന്നപ്പ. പ്രിയ ദൈവവിശ്വാസികളെ, ഒരു മിനിറ്റ് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നമ്മൾ തളർന്നിരിക്കേണ്ടവരല്ല. ഹല്ലേലൂയ. നന്ദിയോട് സ്തുതിക്കുന്നപ്പ. ദൈവത്തിന്റെ വചനം, ക്രൂശിലെ വചനം രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവശക്തിയാണ്. നമ്മളെല്ലാം രക്ഷിക്കപ്പെട്ടവരാണ്. ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് ദൈവശക്തിയാണ്. നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണ്. നമ്മൾ നശിച്ചു പോകുന്നവരല്ല. നമ്മൾ രക്ഷിക്കപ്പെട്ട ജനമാണ്. നമുക്കതിൻ്റെ ദൈവശക്തിയാണ്. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് കർത്താവിൻ്റെ അമിത ബലത്തിൽ ശക്തിപ്പെടാം. കർത്താവിലും ദൈവത്തിൻ്റെ അമിത ബലത്തിൽ നമുക്ക് ശക്തിപ്പെടാം. ഹല്ലേലൂയ. കർത്താവ് യേശുവേ, ഈ മക്കളെ ബലഹീനരായിരിക്കുന്ന ഈ മക്കളെ ശക്തിപ്പെടുത്തണമേ എന്ന് ദാസൻ പ്രാർത്ഥിക്കുന്നു. അശക്തരായിരിക്കുന്ന മക്കളെ ശക്തിപ്പെടുത്തണം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വലം കരം കൊണ്ട് താങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നീതിയുള്ള വലം കരം കൊണ്ട് താങ്ങണമേ. ഈ മക്കളെ ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണം പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ നന്ദിയോട് സ്തുതിക്കുന്നപ്പാ. നന്ദിയോട് സ്തുതിക്കുന്നു കർത്താവെ. നന്ദിയോട് സ്തുതിക്കുന്നപ്പാ. കർത്താവെ, ഈ വചനം കേൾക്കുമ്പോൾ തന്നെ രോഗികളായിരിക്കുന്ന മക്കൾക്ക് വിടുതൽ നൽകി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ ഏത് രോഗത്താണോ ഭാരപ്പെടുന്നത് ആ രോഗത്തിൽ നിന്നെല്ലാം അവർക്ക് വിടുതൽ കൊടുക്കാൻ പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിൽ ശാന്തി സമാധാനം നൽകി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ ബലത്തിലും അമിത ബലത്തിലും ഈ മക്കളെ ശക്തിപ്പെടുത്താൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഉദ്യോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് ഉദ്യോഗങ്ങൾ നൽകി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റിക്കൊടുക്കണം പ്രാർത്ഥിക്കുന്നു. അപ്പം അങ്ങയുടെ കരം എപ്പോഴും കൂടെ ഇരിക്കണമേ. മോശയോട് കൂടെ ഇരുന്ന കരം, യോശുവോട് കൂടെ ഇരുന്ന കരം ഈ മക്കളോടും കൂടെ ഇരിക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവ് യേശു ഓരോ മക്കളെയും തൊട്ടതിനായി, ഓരോ മക്കളെയും സ്പർശിച്ചതിനായി, ഓരോ മക്കൾക്കും വിടുതൽ കൊടുത്തതിനായി, ഓരോ മക്കൾക്കും സൗഖ്യം കൊടുത്തതിനായി നന്ദിയോട് സ്തുതിക്കുന്നു. കർത്താവ് ശരീരത്തിലെ മുഴകൾ വിട്ട് മാറിയതിനായി, ഈ ക്യാൻസർ രോഗങ്ങൾ വിട്ട് മാറിയതിനായി, ആസ്മ രോഗങ്ങൾ വിട്ട് മാറിയതിനായി, ഹാർട്ട് പേഷ്യന്റ് യേശുവിന്റെ നാമത്തിൽ സൗഖ്യം വ്യാപരിച്ചതിനായി കർത്താവെ സ്തോത്രം. ഹല്ലേലൂയ. കർത്താവെ, മാനസിക രോഗികൾ സൗഖ്യപ്പെട്ടതിനായി സ്തോത്രം. കിഡ്നി പേഷ്യന്റുകൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യപ്പെട്ടതിനായി, കുടൽ സംബന്ധമായ രോഗികൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യപ്പെട്ടതിനായി നന്ദിയോട് സ്തുതിക്കുന്നപ്പ. ഓരോ മക്കളും തൊട്ട് സ്പർശത്തിനായി നന്ദിയോട് സ്തുതിക്കുന്നു. എല്ലാ മാനവും മഹത്വവും അങ്ങേക്ക് നൽകുന്നു. യേശുവിൻ നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ. നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഓരോ മക്കളെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. നന്ദിയോട് സ്തുതിക്കുന്നു. പ്രാർത്ഥനയോടെ ഇരിക്കുവിൻ. ദൈവം നിങ്ങളെ ഓരോ തൊട്ടതിനായി സ്പർശത്തിനായി നന്ദിയോട്